കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ ഇനി പ്രമുഖരാവാൻ ഇവരും എത്തുന്നു. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആന കൈമാറ്റച്ചട്ടങ്ങളിൽ വന്ന ഭേദഗതികളും കേരളത്തിലെ വൻപൻ ആനകളുടെ അവിചാരിതമായുള്ള ചെരിയലും കാരണം നമ്മുടെ നാട്ടാന സമ്പത്ത് കുറയുന്നതിനാണ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുകയും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൈമാറ്റം ചെയ്യാം എന്നുള്ളൊരു ഭേദഗതി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടെ കേരളത്തിൽ ഫസ്റ്റ് ദേവസ്വം ബോർഡുകളിലേക്കാണ് നമ്മളുടെ ആനകളെ ഇറക്കുന്നത്. പലരും പറയുന്നു, പല പ്രമുഖ ഗ്രൂപ്പുകളും ആനകളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് കൊണ്ടുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ ആനകളെ ഇറക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫസ്റ്റ് നമ്മുടെ കേരള ദേവസ്വം ബോർഡുകളിലേക്കാണ് ആനകളെ ആൾക്കാർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് ആനകളെ എടുക്കാനുള്ള പെർമിഷൻ ആയിട്ടില്ല. എങ്കിൽ കൂടെ പല പ്രമുഖ ഗ്രൂപ്പുകളും പല ദേവസ്വം ബോർഡുകൾക്കും നടക്കിരുത്താൻ വേണ്ടി ആനകളെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടുത്ത സീസണുകളിൽ നല്ല നല്ല തലപ്പൊക്കമുള്ള ഗജവീരന്മാരെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. തുടർന്നും നമ്മുടെ വീഡിയോ കാണുന്നതിന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ല നല്ല കണ്ടൻറ്റുകളുമായി ഇനിയുള്ള അപ്ഡേഷനുകളുമായി നമ്മുടെ വരും വീഡിയോകൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.